ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ്. ഡയറ്റീഷ്യൻസ് പറയുന്നത് ആവിയിൽ വേവിക്കുന്ന ആഹാരങ്ങളാണ്, അതായത് പ്രാതൽ വിഭവങ്ങളാണ് ആരോഗ്യപരമായിട്ട് ഗുണകരം എന്നുള്ളതാണ്. കേരളീയരുടെ പ്രിയപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റായ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡിഷാണ് ഗ്രീൻ പീസ് കറി. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പാചകം അറിയാത്തവർക്കും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാം. സക്സസ് ആകുമെന്നുള്ളതിന് ഞാൻ ഗ്യാരണ്ടി. ഉണക്ക ഗ്രീൻ പീസാണ് എടുക്കുന്നതെങ്കിൽ തലേ ദിവസം തന്നെ കുതിർത്ത് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസാണ്. 250 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയെടുക്കുക. സവാള ഒരെണ്ണം നീളത്തിൽ അരിഞ്ഞത്, പച്ചമുളക് 2 എണ്ണം അരിഞ്ഞു വയ്ക്കുക, മഞ്ഞൾപ്പൊടി ഒരൽപ്പം, ഗരം മസാല 1 ടീസ്പൂൺ, വെള്ളം ഗ്രീൻ പീസിൻ്റെ മുകളിൽ ഏകദേശം വരത്തക്ക വിധത്തിലുള്ള അളവിൽ വെള്ളം എടുക്കുക. നിങ്ങൾ എത്രത്തോളമാണ് ഗ്രീൻ പീസ് എടുക്കുന്നത് അതനുസരിച്ചുള്ള കാര്യങ്ങളിൽ വെള്ളത്തിൻ്റെ അളവൊക്കെ ക്രമീകരിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കുക്കറിലാക്കി ഒന്ന് ഇളക്കിയ ശേഷം നമുക്കൊരു 2 വിസിൽ കേൾപ്പിച്ചെടുക്കുക. നമ്മളിത് തേങ്ങ അരച്ച് ചേർത്തുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അരയ്ക്കാനായിട്ട് തേങ്ങ 1 കപ്പ്, പെരുംജീരകം 1 ടീസ്പൂൺ, ചുവന്നുള്ളി 2 എണ്ണം, 2 വെളുത്തുള്ളി, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് അരച്ച് വയ്ക്കുക. ഇത് നമുക്ക് വെന്ത് വന്നിരിക്കുന്ന ഗ്രീൻ പീസിൽ ചേർത്ത് ഒന്നുകൂടി ഒന്ന് വേവിക്കാം. ഇനി എണ്ണ ചൂടാകുമ്പോൾ കടുക്, കറിവേപ്പില, 2 ഉള്ളി അരിഞ്ഞത് ഇവ താളിച്ച് ചേർക്കുക. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇത് പുട്ടിൻ്റെ കൂടെ മാത്രമല്ല, ഇടിയപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. പ്രോട്ടീൻ ധാരാളമുള്ള ഒന്നാണ് ഗ്രീൻ പീസ്. ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങൾക്ക് കറിയായിട്ട് ഉപയോഗിച്ചാൽ പ്രോട്ടീൻ്റെ കുറവ് മൂലമുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാം. പ്രത്യേകമായിട്ട് മുടികൊഴിച്ചിലൊക്കെ പ്രോട്ടീൻ്റെ ഉണ്ടാവാറുണ്ട്. അത്തരം ആളുകൾ ഗ്രീൻ പീസൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. പാചകം അറിയാത്തവർ പോലും പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ഇതുണ്ടാക്കി നോക്കിയ ശേഷം എനിക്ക് കമൻറ്റ് ചെയ്യണം, എങ്ങനെയുണ്ടെന്ന് പറയണം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.